കൈ കൊണ്ട് ഫോൺ എടുത്ത് വലത് കൈ കൊണ്ട് ലോക്കഴിച്ച് ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് എന്റെ ലൈവ് കാണുന്ന പ്രിയപ്പെട്ടവരെ, ഇന്നാണ് ഈ കണ്ണപ്പച്ചേകരും ഉദയച്ചേകരുമായിട്ടുള്ള അംഗം. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. എന്നാലേ നമ്മുടെ അക്കൗണ്ടിലോട്ടൊക്കെ 10 പൈസ വന്ന് വീർത്തുള്ളൂ കേട്ടോ. അപ്പോ നമുക്ക് അങ്കത്തട്ടിൽ വെച്ച് കാണാം. ബൈ. ഓ എന്റെ പൊന്നു ദൈവമേ, ഈ അങ്കത്തറയൊരുക്കാന്ന് പറഞ്ഞ എന്റെ പെണ്ണുമ്പുള്ള ഇത് എവിടെ പോയി കിടക്കുന്നോ എന്തോ. എടി തുമ്പിയാർച്ചേ, കണ്ടോ തൊഴിലുറപ്പ് പെണ്ണുങ്ങളെ കൂടെ കിടന്നവൾ അംഗം വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആ ചോട് ഒന്നുകൂടെ കേട്ട് നോക്കിയേ. കൊതിഞ്ഞോണയും പറയടി അവിടെ ഇരുന്നു. നീ ഇങ്ങോട്ട് കേറി വരുന്നുണ്ടോ? നീ ഇങ്ങോട്ട് ഈ ഉറുമിയെടുത്ത് അകത്ത് വെച്ച ഇവള് ഇഡലി ഉണ്ടാക്കുമെന്നും പറയണ്ടാ ഞാൻ എടുത്ത് പുറത്ത് വെച്ചു. അതുകൊണ്ട് അതിനകത്ത് പുല്ല് എടുത്തോണ്ട് വന്നേക്കുന്നവള്. ഞാൻ ഇതുകൊണ്ട് പുല്ല് വെട്ടാനും കല്ല് വമക്കാനും പോണോണ്ടാണ് നിങ്ങൾ 3 നേരം തിന്നണം. അങ്ങനാണോ? അങ്ങനാണെങ്കിൽ നിങ്ങളുടെ ADCനെതിരെ ഞാൻ കേസ് കൊടുക്കും. എന്തിന്? തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിച്ചെന്നും പറഞ്ഞു. ഉള്ള പണി കൂടെ കളയല്ലേ. അതെ, ആരോട് ചോദിച്ചിട്ടാ ഈ തുണി ഇട്ടത്? തുണിയിടണ്ടേ? അതല്ല, ഈ ഷർട്ട് ഇട്ടത് ആരോട് ചോദിച്ചിട്ടാണ് ഞാൻ. എന്താ ചേരൂലേ? നമ്മൾ ഈ കെറ്റപ്പിൽ നിൽക്കുമ്പോ ഈ ഷർട്ട് നിനക്ക് ചേരുവോ? ഓ അങ്ങനെ, ഇപ്പൊ ശരിയാക്കി തരാം. ആരുടെ ആടിയാ ഷർട്ട്? എങ്ങനെ? ഇപ്പോഴാണ് നീ തുമ്പിയാർച്ചയായത്. ആണോ? എങ്കിൽ പറഞ്ഞോളി. തുമ്പിയാർച്ച ഇത്രടം വരെ ഒന്ന് വരിക. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയില്ലാന്നുണ്ടോ? ഏത്? അല്ല, ഈ ഭാഷ എനിക്ക് അങ്ങോട്ട് ശരിക്കും മനസ്സിലാവുന്നില്ല. വള്ളുവനാടൻ ഭാഷയാണേ. ഈ ഭാഷ ക്ലൈമാക്സ് വരെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന തോന്നുന്നുണ്ടോ? എന്നാ പിന്നെ വീട്ടിൽ അത്ര തന്നെ. അല്ല പിന്നെ അല്ല, എന്നെ എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? എടി, ഇന്നിവിടെ അംഗം നടക്കാൻ പോവുകയാണ്. നീ എന്റെ ഉടവാൾ എടുത്തോണ്ട് വരും. അല്ല, നിങ്ങൾ എന്തിനാണ് ഇന്ന് ഉദയക്കുറിപ്പായിട്ട് അംഗം കുറിക്കുന്നത്? അവൻ എന്നെ PUBG കളിച്ച് തോപ്പിച്ച് ഈ വീടിന്റെ മാനം കാക്കണ്ടേ എനിക്ക്? മാനം നോക്കിയാ അത്രയുള്ള. എന്നാതോ ആ പെരക്കകത്തോട്ട് ഇറട്ട് മലന്ന് നോക്ക്. ആ ഓട്ടിനിടക്കണ മൊത്തം മാനം കാണാം. തുമ്പിയല്ല. നീ അങ്ങനെ സംസാരിക്കരുത്. ചോര കണ്ടറപ്പ് തീർന്നവനാണ് ഈ കണ്ണപ്പച്ചേകവർ. എങ്ങനാ? ചോര കണ്ടപ്പോ ചോര കണ്ട അറപ്പ് മാറിയെന്ന്. ഇപ്പോഴും ഒരു ചുമന്ന തുണി നനച്ച അശയിലിട്ടാ തലറങ്ങി വീണ മനസ്സിലാണ് ചോര കണ്ട അറപ്പ് മാറിയെന്ന്. നീ അങ്ങനെ സംസാരിക്കരുത്. എടി, 18 അടവും പഠിച്ച നിന്റെ അച്ഛനെ തോപ്പിച്ചിട്ടാണ് ഞാൻ നിന്നെ കല്യാണം കഴിച്ചത്. അതിപ്പോഴും അച്ഛന്റെ അടവാണെന്ന് അങ്ങേർക്ക് അറിഞ്ഞൂടാ. ആർക്കെ നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ അംഗം വെട്ടാനുള്ളതാണ്. ആദ്യം പോയി ആ കാലിലെ നഖം വെട്ടി. ഉദയക്കുറുപ്പിന്റെ കുതിരയുടെ കുളമ്പടി കേട്ടോ നീ? കേട്ടോ നീ? ഈ ഉദയക്കുറുപ്പുമായുള്ള അംഗത്തിന് റെഡി ആയിക്കൊള്ളിൻ. ഞാനിതാ വന്നു കഴിഞ്ഞിരിക്കുന്നു. കൊച്ചുകുറുപ്പിന്റെ 10ാമത്തെ പുത്രൻ ഉദയക്കുറുപ്പ്. അപ്പൊ അത് കൊച്ചുകുറുപ്പല്ലേ, വലിയ കുറുപ്പ് തന്നെയാണ്. ഇനി നീ ഇവിടുന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ നിന്റെ തലയിൽ ഞാൻ വാള് വെക്കും. നിന്റെ തലയ്ക്ക് വല്ല ഓളം ഉണ്ടോ? അടാ, ഇത്രയും പറമ്പ് ഇവിടെ കിടക്കപ്പോ എന്തിനാടാ എന്റെ തലയെ കൊണ്ട് വാള് വെക്കും? ആ പറമ്പിലെങ്ങാനും കൊണ്ട് വെക്കണേ ഇറക്കാൻ. നീ ഇപ്പം എന്റെ കൂടെ അംഗത്തിന് വാ. സാധാരണ അംഗത്തിന് വരുമ്പോ വാളും പരിചയമായിട്ടാണ് വരുന്നത്. ദാണ്ട വാളും തട്ടപ്പാത്രമായിട്ട് വന്നു. സംഭവം എന്താണെന്നറിയും? നമ്മളിങ്ങനെ പയറ്റത്തില്ലേ, അപ്പൊ നമുക്ക് വിശക്കത്തില്ലേ? അതിന് എന്റെ പെണ്ണുമ്പിള്ള 10 മണിക്ക് കഴിക്കാനുള്ള കാപ്പി തന്നു വിട്ടതാ. ആണോ? നിന്നെ PUBG കളിച്ച് തോൽപ്പിച്ചതുപോലെ ഞാൻ ഈ അംഗത്തിലും തോൽപ്പിക്കുന്നതായിരിക്കും. ആര് പറഞ്ഞ് PUBG കളിച്ച് ഞാൻ തോറ്റതാണെന്ന്? ഞാൻ സ്വയമേ തോറ്റ് തന്നതല്ലേ. എന്തിന്? PUBG കളിച്ച് ജയിച്ചാൽ എന്ത് കിട്ടും? ചിക്കൻ ഡിന്നർ. ഞാൻ പ്യുവർ വെജിറ്റേറിയൻ ആണല്ലോ, അതുകൊണ്ടാണല്ലോ ഞാൻ PUBG തോറ്റ് തന്നത്. അല്ലാതെ കളി അറിയാഞ്ഞിട്ടല്ലേ? അങ്ങനാണെന്നുണ്ടെങ്കിൽ നീ അംഗത്തിന് തയ്യാറാക്. കണ്ടോടി, കണ്ടോ ആ ചെറുക്കൻ പറഞ്ഞ അംഗം വിളിക്കുന്നുണ്ടോ? നിന്റെ നാക്ക് ഇങ്ങോട്ട് ഊരി തകണ്ട. വാളിനെക്കാട്ടിലും മൂർച്ച ഉണ്ടാകും. പെണ്ണുമ്പിള്ളയോട് നിന്ന് കൊതിഞ്ഞോണേൻ പറയാതെ നീ ആയുധമെടുക്ക്. ആർച്ചേ, ആയുധമെടുക്കിൻ. അങ്ങനാണെങ്കിൽ ഞാൻ കളിക്കുന്നില്ല സുല്ലി. ഇത് എന്റെ കയ്യിലില്ല. ഇതേതായുധം? എന്റെ പണിയായതുകൊണ്ടാ. നിന്റെ ആയുധമല്ലടി, ആ വാളെടുത്തോണ്ട് വരാല്ല ഞാൻ പറഞ്ഞു. അത് മൊത്തം തുരുമ്പിച്ചെടുക്കുന്നു. ഓടിയായിരുന്നു വാളെടുത്തോണ്ട് വാങ്ങിയോട്ട്. തുരുമ്പാണേ, ഞാൻ എടുത്ത് തരുവാ.
അത് ഓടിച്ചു. ഞാൻ അപ്പോഴേ പറഞ്ഞത് തുരുമ്പാണെന്ന്. ഒരു കാര്യം ചെയ്യും, ആ മമ്മട്ടിയെങ്കിലും എടുക്കുക, അതെങ്കിലും വെച്ച് കളിച്ച് കേറ്റായി. അല്ല അങ്ങനാണെന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ തമ്മിൽ സംസാരിക്കില്ല, ആയുധങ്ങൾ തമ്മിൽ സംസാരിക്കട്ടെ. അങ്ങനെയാവട്ടെ. നിങ്ങൾ രണ്ടുപേരും എന്തോ കാണിക്കാൻ മനുഷ്യ. ഉണ്ടായില്ലേ ആയുധം തമ്മിൽ സംസാരിക്കുന്ന കണ്ടില്ല? അല്ലെങ്കിൽ ഈ കൊച്ചി ഇങ്ങനെ ചുമ്മാ ആരെങ്കിലും സംസാരിക്കുമ്പോൾ ഇടയ്ക്കൂടെ കയറി സംസാരിച്ചോണ്ടി. ചേച്ചി അണ്ണാ കൈ വേദന എടുക്കുന്ന അതിനെടുക്കുന്ന എങ്കിൽ പിന്നെ അങ്ങോട്ട് അവര് തമ്മിൽ സംസാരിക്കും. സംസാരിക്കുന്നതൊക്കെ കൊള്ളാം, ഇതുവഴിയെങ്ങാണ് ഇറങ്ങി പോയാലുണ്ടല്ലോ. അണ്ണാ അങ്ങനെയാണെന്നുണ്ടെങ്കിലേ നമുക്ക് കയ്യാങ്കളി കളിച്ചാലോ? അതിപ്പോ ഇവിടെ എല്ലാരും പറയുന്നുണ്ട്. എന്ത്? കൈ നിട്ട് കളിച്ചോണ്ടിരിക്കുവാണ്. അങ്ങനെയാണെങ്കിൽ നീ ഉടനെ വാളെടുക്കൂ. അങ്ങനാണെങ്കിൽ ഞാൻ ഇതാ പറയുന്നു, ഈ കണ്ണപ്പച്ചേകവർ ഉദയക്കുറിപ്പുമായിട്ട് ഇതാ അംഗം കുറിച്ചിരിക്കുന്നു. എന്നാൽ ഈ ഉദയക്കുറിപ്പായ ഞാൻ ഈ കണ്ണപ്പ കച്ചേകവരുമായിട്ട് അംഗം കുറിച്ചിരിക്കുന്നു. ആരായിട്ട്? കണ്ണപ്പ കച്ചേകവർ. കണ്ണപ്പ കച്ചേകവർ. ഒരു പേര് പോലും പറയാൻ അറിയാത്തവരാണ് അംഗം കുറിക്കാൻ വന്നേക്കുന്നത്. പോയി പേര് പഠിച്ചിട്ടോ, പോയി പേര് പഠിച്ചിട്ടോ. പോണാണ് ചിരിപ്പിക്കാതെ മരിക്കട്ടെ. കണ്ണപ്പ കച്ചേകവർ. പോണാ അവിടെ ചിരിപ്പിക്കാതെ മരിക്കട്ടെ. നീ ഇങ്ങനെ നോക്കി നിക്കരുത് ഇവിടെ. ആ സമയം കൊണ്ട് നീ ഇവിടെ ലൈവ് ഇടണം. ഇങ്ങനെ ലൈവ് ഇട്ടോണ്ട് നടന്നാ മതിയാ? നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി പോയി കഴിഞ്ഞാൽ എനിക്ക് ഒറ്റപ്പെടലാണ്. അതുകൊണ്ടല്ലോ ഞാൻ നിനക്ക് സൈക്കിൾ മേടിച്ചു തന്നത്. സൈക്കിളാ? അതാകുമ്പോ 2 പെടലുണ്ടല്ലോ. ശരിയാക്കി തരാ. ചേച്ചി എനിക്കൊരു ഉപകാരം ചെയ്തു തരൂ. ചേച്ചി ഒന്ന് ഡബ് ചെയ്യാമെങ്കിൽ കറക്റ്റ് ആയിട്ട് ഞാൻ ലിപ്സിക്ക് പിടിക്കാം. പോടാ അവിടുന്ന്. സ്വന്തമായിട്ടൊരു പേര് പോലും പഠിക്കാൻ പറ്റില്ല, പിന്നെ എന്തിനടാ അംഗത്തിന് വരണത്? വീട്ടിരിക്കണ പെണ്ണും പിള്ളേം കൂടെ പറയപ്പേ. പോയി പേര് പോയി പഠിച്ചോട്ടോ. അപ്പോ ചെല്ലു. അതെ ചേച്ചി സ്നേഹം കൂടുമ്പോ ചേട്ടനെ എന്ത് വിളിക്കുന്നേ? കണ്ണു. ഇത് മതിയോ? എന്റെ പൊന്നു മോനെ, ഈ പേര് തന്നെ നീ ഇങ്ങനെയാണ് വിളിക്കുന്നത്. അതുകൂടെ വിളിച്ചാൽ അത് താങ്ങാനുള്ള ഉയരെനിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പെട്ടെന്ന് പോയി പഠിച്ചിട്ടോ. അഖിലേണ്ണ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ എന്നെ അടിക്കും. പുള്ളിയുടെ പേരും തരുന്നു പറഞ്ഞേ? കണ്ണപ്പച്ചേകവർ. കിട്ടി കിട്ടി. കണ്ണാപ്പ ചോരുന്നു. പിന്നെ അടിയിലൊരു പാത്രം വെക്കണ. പോടാ ചേർക്കാൻ അവിടെ എന്ത് പടിയും എനിക്കറിയാൻ പയ്യ മനുഷ്യ. എന്റെ പൊന്നു മനുഷ്യനെ, നിങ്ങൾ ഇങ്ങനെ അംഗമൊന്നും ലൈവ് ഒന്നും പറഞ്ഞങ്ങ് നടന്നോ? ഈ നാട്ടിൽ നടക്കണ കാര്യം വല്ലതും നിങ്ങൾ അറിയണോണ്ടാ? ഞാൻ നാട്ടിൽ നടക്കുന്ന കാര്യം പെട്ടെന്ന് അറിയാൻ ഞാൻ നിന്നോട് തൊഴിലുറപ്പിന് വരുമല്ലേ? തൊഴിലുറപ്പിനെ വല്ലതും പറഞ്ഞാലാണ് വിധം മാറുവേ. പേരും തിരിച്ചു വരണ കണ്ണപ്പച്ചേകവർ. ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ലടി. ഞാൻ എന്റെ തട്ടുപാത്രം എടുത്തോണ്ട് പോകാൻ വന്നേ. മുട്ട കാര്യം എന്ത് കാര്യം? പേരും തരുന്നു? കണ്ണപ്പച്ചേകവർ. ഞാൻ ഒരു കാര്യം പറട്ടെ, നീ അങ്ങനെ തന്നെ പുച്ഛിക്കരുത്. എടി രാജഭരണമായിരുന്നെങ്കിൽ ഇപ്പൊ കിരീടവും ചെങ്കോലും എന്റേതായിരുന്നു. കിരീടവും ചെങ്കോലും ലാലേട്ടനുള്ളത്. ലാലേട്ടൻ? ഇവളെന്തോന്നടേ പറഞ്ഞോണ്ട്? ആ കിരീടം ചെങ്കോലും ലാലേട്ടനുള്ളത്. കിട്ടി കിട്ടി കിട്ടി. പേര് പഠിച്ചോ? നീ പേര് പഠിച്ചില്ല, പകരം ഞാൻ എഴുതിക്കൊണ്ട് വന്നിട്ട് കാണട്ടെ. ഇന്ന് ഞാൻ കിടുക്ക്. നീ കണ്ടോ? നീ ഇന്ന് വേണ്ടത് നോക്കടേ. അമ്മയുണ്ടോ? വരണ്ടേടേ, നോക്കടേ അങ്ങോട്ട്. എന്തു പഠിച്ചിരിക്കുന്നേ? കണ്ണപ്പച്ചേകവർ എഴുതിക്കൊണ്ട് വന്നേക്കുന്നത്. നീ ഒരു കാര്യം ചെയ്യും, ഈ വാളൊന്ന് പിടിച്ചേ. എന്താ അംഗത്തിനാണ്? അയ്യോ അംഗത്തിനല്ല, പിന്നെ എടാ പോയി നാക്ക് പഠിക്കാൻ. പോയി നാക്ക് പഠിച്ചിട്ട് വേണം അവിടുന്ന്. അത് പറഞ്ഞു. അയ്യോ എന്നാ പവറായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടത് കുതിര, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് വാള്. ആയിരങ്ങളെ സംസാരിക്കട്ടെ. സൂപ്പർ. ശരത്തിന്റെ എന്താ പറയാ ആ ഒരു ഗ്രോത്ത് ഇല്ലേ, അത് പറഞ്ഞേ പറ്റൂ. സൂപ്പർ. പക്ഷെ ഇത് എല്ലാത്തിന്റെ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐശ്വര്യക്കുട്ടിയാണ്.
അത് പറഞ്ഞേ പറ്റൂ. ആ കുട്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തോ അറിയില്ല. ഇനി നിങ്ങൾ ആ കുട്ടിക്ക് വേണ്ടി പെർഫോമൻസ് ചെയ്യാണോ, പൈസക്ക് വേണ്ടി പെർഫോമൻസ് ചെയ്യാണോ, നമുക്ക് വേണ്ടി ചെയ്യാണോ, അതൊന്നും അറിയില്ല. പക്ഷെ ആ കുട്ടി വന്നു, നിങ്ങൾ രണ്ടുപേരും. ഷൈന് ഒരു ഡയലോഗ് ഓർമ്മയില്ലാത്ത ആൾക്ക് ഇപ്പോ എല്ലാരും ഡയലോഗ് ഓർമ്മയുണ്ട്. എവിടുന്നൊക്കെയോ ഷൈൻ സൂപ്പർ. ഇപ്പൊ ശരത്തൊക്കെ സ്പോട്ടിലാണ് അതെ അതെ കോണ്ടേനേഴ്സ്. അത് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. അതെ. പിന്നെ ശരത്തിന് ഭയങ്കര ലീഡർഷിപ്പ് ക്വാളിറ്റി അതെ, അതെ, അതെ. അത് ഗംഭീരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. Correct. അവർക്കുള്ളത് ഇട്ട് കൊടുക്കുന്നു, ഇവിടെ ഇട്ട് കൊടുക്കുന്നു. Yes. അതിന്റെ ഇടയിൽ കൂടെ ഐശ്വര്യ സ്കോർ ചെയ്യുന്നുണ്ട്. സത്യം സത്യം. അതെ, നമുക്ക് പറയാനുള്ള എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ബാറ്ററിക്ക് എന്താണ് പറയാനുള്ളതെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. റെഡിയാണോ? റെഡിയാണോ? ഓക്കെ, ബാ. എന്തായാലും 50,000 rupees ആണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻ ചേച്ചി. ഓ എന്റെ ദൈവമേ, 50,000 രൂപ കൊടുക്ക് കൊടുക്ക് കൊടുക്ക്. ഡോ. ആ